അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടു വിശേഷമോ ചെടികളെ പറ്റിയിട്ടുള്ളയോ ഒന്നുമല്ല കേട്ടോ. ഒന്ന് നമ്മളൊന്ന് പുറത്ത് പോകുന്നു വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്കാണ് നമ്മൾ പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ തിരിച്ച് വരണമെന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ സൺസ്ക്രീൻ വാരി പൊത്തുന്നത്. ഇപ്പോൾ നല്ല ചൂടല്ലേ, നല്ല വെയിലില്ലയോ. അപ്പോൾ അതുകൊണ്ട് സൺസ്ക്രീൻ ഞാൻ നന്നായിട്ട് വാരിടുന്നുണ്ട്. പിന്നെ ഒന്ന് കണ്ണ് എഴുതും, ഒരു ലിപ്സ്റ്റിക്ക് ഇടും, അത്രയേ ഉള്ളേ. പിന്നെ ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ ചൂടായതുകൊണ്ട് പുറത്ത് പോകുമ്പോൾ ഇപ്പോൾ ഞാൻ കൂടുതലും കോട്ടൺ ഫാബ്രിക് ഡ്രസ്സാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്നാലും ചൂടെടുക്കും, പക്ഷേ എന്നാലും ഒന്നും കൂടിയിട്ട് നല്ലത്, ഈ ചൂടിന് നല്ലത് കോട്ടനാണ്. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഒന്നരയൊക്കെ ആയി നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ബസ്സിനാണേ പോകുന്നത്. ബസ്സിനോട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെയും ഓട്ടോ വിളിച്ചിട്ട് പോകണം. അപ്പോൾ ഞാൻ പോകുന്നത് എവിടെ, എന്തിനാണ് പോകുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല, കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ അമ്മായിയുടെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു കാഴ്ചയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി, എല്ലാവരും റെഡിയായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് വന്നത്. ഇതാണ് അപ്പം വല്യമ്മയുടെ അമ്മായിയുടെ വീട് ഇതാണ്. എന്നിട്ട് നമ്മളോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞത് ചായ കുടിച്ചിട്ട്, അപ്പോൾ ഇവിടുത്തെ അച്ഛനാട്ടോ നമ്മളങ്ങോട്ട് കൊണ്ടുപോകുന്നത്. കറിയില്ല, വീടിന് കുറച്ചങ്ങോട്ട് നടക്കണം. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ ഇല്ലേ, കല്ലുമ്മക്കായ. അപ്പോൾ കല്ലുമ്മക്കായ അവിടെ ഒരു കായലിൻ്റെ തീരത്ത് കല്ലുമ്മക്കായ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ നമ്മൾ കല്ലുമ്മക്കായ എന്നല്ല വിചാരിച്ചിരുന്നത്, കക്ക വരുന്നിടത്ത് പോകണമെന്നായിരുന്നു പറഞ്ഞത്. കക്ക എന്നാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെയാണ് വന്നത്. പക്ഷേ വന്നപ്പോഴാണ് കാണുന്നത് കക്ക അല്ല, കല്ലുമ്മക്കായാണെന്നുള്ളത്. നല്ല വെയിലുണ്ടായിരുന്നു, ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നടക്കണമായിരുന്നു, അങ്ങനെ നടന്നു. അപ്പോൾ ഈ വീട്ടിൽ അവരുടെ കേട്ടോ ഇതിൻ്റെ കൃഷിയാണിത്, അവിടെ കായലിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഇവിടെ കുറേ ഒരു 2-3 ചേച്ചിമാരും 2-3 ചേട്ടന്മാരും പിന്നെ അമ്മായിയുടെ മകനും കൂടി ഉണ്ട് കേട്ടോ അതിനകത്ത്. അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇത് എടുക്കുന്നത്. ഇവരിത് ഇവിടെ തന്നെ കൃഷി ചെയ്തിട്ട്, ഈ കായലിൽ തന്നെ കൃഷി ചെയ്തിട്ട് ഓർഡർ വരുന്നതനുസരിച്ചാണ് എടുത്ത് കൊടുക്കൽ. അപ്പം വലുതും ചെറുതും അങ്ങനെ സെപ്പറേറ്റ് തിരിഞ്ഞിട്ടാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിന് റേറ്റ് കൂടുകയും കുറയുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ ഈ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഇവർക്ക് അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം. അത് ആ ചേട്ടനാണ് അവിടുന്ന് കൊണ്ടുവരുന്നത്. ഈ വെള്ളത്തിനകത്ത് അവർ കൊണ്ടുവരും. അങ്ങേ അറ്റത്തുനിന്ന് ഒരു കുറേ മരക്കഷ്ണങ്ങൾ കൊടുത്തിരിക്കുന്നില്ല, അത് അവിടെയാണ് ഇതിൻ്റെ കൃഷി. അവിടുന്ന് ഈ ചേട്ടൻ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് കരയ്ക്കിട്ട് കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ ഈ ചേട്ടനാണ് പിന്നെ വെള്ളത്തിനകത്തുനിന്ന് അതെല്ലാം എടുത്തിട്ട്, കണ്ടില്ലേ, ഓരോരോ കയറിനകത്താണ് കയർ വെച്ചിട്ട് എന്തോരം മെടഞ്ഞിട്ടാണ് ഈ വിത്തിനകത്തിരുന്നത്. 6 മാസമൊക്കെ ആവുമെന്ന് പറയുന്നത് കേട്ട്, സെറ്റായി വരാൻ വേണ്ടിയിട്ട് 6 മാസം എടുക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ചോദിച്ചാൽ പറഞ്ഞതെന്ന് വെച്ചാൽ ആലപ്പുഴയിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ വിത്ത് കൊണ്ടുവരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആലപ്പുഴയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞത് അങ്ങനെ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അത് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു എന്നോട്. നമുക്ക് അത്യാവശ്യം കുറച്ച് നല്ല ഓർഡർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ആ ചേച്ചിമാർ കുറേ അവിടെ സെപ്പറേറ്റ് തിരിയുന്നുണ്ട്. പിന്നെ ഈ ചേട്ടനാണെന്നുണ്ടെങ്കിൽ കുറേ ഇവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും പോവുക, അതെടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് വീണ്ടും പോവുകയാണ് ചെയ്യുന്നത് വെള്ളത്തിൽ. ഈ ചേട്ടൻ നമ്മളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. ചേട്ടൻ പറഞ്ഞത് ആലപ്പുഴയിൽ നിന്നും എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പറഞ്ഞത്. അതുകൊണ്ട് ഇവർ ഈ കയറിനകത്തുനിന്ന് ഇത് വിടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഷൂട്ടിട്ട് ചവിട്ടുമ്പോൾ അത് കുറേയൊക്കെ പോകും. അപ്പോൾ അത് പോകാത്ത കുറേ എണ്ണം പറ്റി പിടിച്ചാൽ അത് ആ ചേച്ചിമാർ കൊടുക്കുമ്പോൾ അവരതിനകത്തുനിന്ന് അത് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടിടുമ്പോൾ തന്നെ ഇതിനകത്തുനിന്ന് ചെറിയ ചെമ്മീനൊക്കെ തുള്ളുന്നുണ്ട് ഇതിനകത്തുനിന്ന്. അതുകൊണ്ട് ഇതാട്ടോ, കാണുന്നതിനകത്താണ് ഇവർ തൂക്കിയിടുന്നത്. കാരണം ഇത്രയും ചേച്ചിമാർ ചെയ്യുന്ന പണിയാണ് ഇതൊക്കെ. എന്നിട്ട് ആ ചവിട്ടി മാറ്റിയ ഓരോരോ കല്ലുമ്മക്കായ ഓരോ കൊട്ടയിലാക്കിയിട്ട് ഇങ്ങനെ കഴുകിയെടുത്തിട്ട് ഈ ചേച്ചിമാർ രണ്ടുപേരും അത് കഴുകി എടുത്തിട്ട് കൊണ്ടുവന്നൊരു ബോക്സിനകത്തിട്ടേക്കും. പിന്നെ ആ ബോക്സിൽ നിന്നാണ് പിന്നെ അവർ മേലെ ഇരുന്നിട്ട് അത് സെപ്പറേറ്റ് തിരിഞ്ഞ് മാറ്റുന്നത്. വലുതും ചെറുതും അങ്ങനെ മാറ്റും. അപ്പോൾ ഇത് ഇവരിങ്ങനെ ഓർഡർ അനുസരിച്ച് എടുക്കുന്നത്, അതുകൊണ്ട് നമുക്കങ്ങനെ കുറച്ച് വാങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് തന്നു അവർ.